നമസ്കാരം. ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 107ാമത്തെ എപ്പിസോഡാണ്. പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ പെരുമ്പടവം ശ്രീധരനെ കുറിച്ചിട്ടാണ് ഈ തരുണത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു വലിയ വ്യക്തിത്വം, അതിലുപരി ജീവിക്കുന്ന ഇതിഹാസം എന്ന് വേണേൽ അദ്ദേഹത്തെപ്പറ്റി പറയാം. 1985 കാലഘട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തെ അടുത്ത് പരിചയപ്പെടുന്നതും തമ്മലത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി 2-3 തവണ കാണുന്നതും. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ മണിക്കൂറുകൾ വേണം. അതെല്ലാം വളരെ ചുരുക്കിയാണ് ഞാൻ പറയുന്നത്. സ്നേഹം സമം പെരുമ്പടവം ശ്രീധരൻ എന്ന് വേണം പറയാൻ. എത്രയോ തവണ അദ്ദേഹത്തിനെ കണ്ടിരിക്കുന്നു. അവാർഡുകൾ സ്വർണ്ണമാല കഴുത്തിൽ അണിയുന്ന മാതിരി വള്ളത്തോൾ പുരസ്കാരവും കേരള സാഹിത്യ അക്കാദമി അവാർഡും അങ്ങനെ അവാർഡുകളുടെ പെരുമഴ ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഇത് ഒരു പ്രശംസയല്ല, മറിച്ച് ഞാനൊരു 10-15 തവണ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്. 1985 മുതൽ ഈ അടുത്ത കാലം വരെയും 2 മാസം മുന്നിലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മകളെയും ഒക്കെ കണ്ട് സംസാരിച്ചു. തീരെ വയ്യാതിരിക്കുകയാണെങ്കിലും സാഹിത്യത്തോടുള്ള ഇഷ്ടവും വയ്യാതിരുന്നിട്ടും ആ ഊർജ്ജസ്വലതയും എന്നെ അതിശയിപ്പിക്കുകയാണ് ഉണ്ടായത്. എത്ര വിനയത്തോടെയുള്ള പെരുമാറ്റം, പറയാൻ വാക്കുകളില്ല എന്നതാണ് വാസ്തവം. 1985 എൻ്റെ പ്രസിദ്ധപ്പെടുത്തിയ അപ്പുവേട്ടനോട് എന്ന കവിതാ സമാഹാരത്തിന് ഒരു അവതാരി എഴുതി തരണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യം പോയി കാണുന്നത്. അദ്ദേഹം തുടങ്ങിയതും കവിതയിലാണ്, പിന്നീടാണ് നോവലിലേക്ക് ചുവടുമാറ്റം ഉണ്ടായത്. ഇന്നും അദ്ദേഹം ആയുരാരോഗ്യത്തോടുകൂടി വസിക്കുന്നു തമ്മലത്തെ വീട്ടിൽ. എന്തോ ഒരു വിനയമാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തെ പോയി കാണുമ്പോൾ മനസ്സിലാകും. ഞാനെന്തോ ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ മലയാള സാഹിത്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എഴുത്തിൻ്റെ വഴിയിലൂടെ ജീവിതവും കെട്ടിപ്പടുക്കുകയും കുടുംബത്തെ നോക്കുകയൊക്കെ ചെയ്ത ഒരു വലിയ മനുഷ്യൻ, സ്നേഹസമ്പന്നനായ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ പോകുമ്പോൾ വീട്ടിലെ 1-2 ലൈറ്റുകൾ കത്തുന്നില്ല. 85 കാര്യമാണെന്ന് ഓർക്കണം. ലൈറ്റുകൾ കത്തുന്നില്ല. അങ്ങനെ ഒരു ഇലക്ട്രീഷ്യൻ വന്ന് അതെല്ലാം നോക്കി, സാറേ അത് മാറ്റണം, ആ വയറ് പറ്റില്ല, ഈ വയറ് പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഉമ്മറത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് മകനുണ്ട്. മകനെന്ന് ഒരു ചാനലിൽ വർക്ക് ചെയ്യുകയാണ് ക്യാമറാമാനായിട്ട്. അദ്ദേഹം മകനെ വിളിച്ച് പറഞ്ഞു, മോനെ ഇതൊരു വലിയൊരു എഴുത്തുകാരന്, വലിയൊരു കവിയൊക്കെയാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചു. കവിയെന്ന് ആദ്യകാലത്ത് വിളിക്കുന്ന കൂട്ടത്തിൽ മുൻപന്തിയിലായിരുന്നു ശ്രീ പെരുമ്പടവം ശ്രീധരൻ സാർ. അങ്ങനെ ലൈറ്റെല്ലാം നന്നാക്കി ഒരു അരമണിക്കൂർ കൊണ്ട് അതെല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രീമതി വന്ന് ജ്യൂസും ബിസ്ക്കറ്റും കൊണ്ട് തന്നു. അതെല്ലാം കഴിച്ചു. കാര്യങ്ങളെല്ലാം സംസാരിച്ച് കൈയെഴുത്ത് കോപ്പിയും കൊടുത്തിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ, സാർ ഒരുപാട് തവണ എന്നെ ഈ വീട്ടിൽ കയറ്റി ഇറക്കരുത്. സാറിന് എന്ത് തോന്നുന്നോ സാർ അത് എഴുതി തരിക. ഞാൻ തമ്പാനൂരിൽ നിന്ന് വളരെ വിഷമിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് സാർ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തരുത്. എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ഇല്ല, ഒരു 1.5 മാസം, നമ്മൾ 1.5 മാസമോ, ഒരു 1.5 മാസം വേണ്ടേ, കവിതയല്ലേ, വായിച്ച് അതിനെന്തെങ്കിലും കുറിക്കണമല്ലോ, കുറിച്ച് തരാം, ധാരാളം വായിക്കൂ, ധാരാളം എഴുതൂ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു.
അദ്ദേഹത്തെക്കുറിച്ച് ചിലത്. 1938 ഫെബ്രുവരി 12 എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ പെരുമ്പടവം ഗ്രാമത്തിൽ ശ്രീ പെരുമ്പടവം ശ്രീധരൻ ജനിച്ചു. 50-ലേറെ കൃതികൾ രചിച്ചു. 12 ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ സംഭാഷണം നിർവഹിച്ചു. കേരള സാഹിത്യ അക്കാദമി, ചലച്ചിത്ര സെൻസർ ബോർഡ്, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം, നിർദ്ദേശക സമിതി എന്നിവയിൽ സ്ഥാനമാനങ്ങൾ. ഒരു സങ്കീർത്തനം പോലെ, അഭയം, അഷ്ടപതി, അന്തിവെയിലെ പൊന്ന്, ആയില്യം, സൂര്യദാഹം, ഒറ്റച്ചിലമ്പ്, അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര കൃതികൾ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, വയലാർ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ. ഇപ്പോൾ അദ്ദേഹം തമലത്ത് താമസിക്കുന്നു. ഒരു 2 മാസങ്ങൾക്ക് മുമ്പേയും ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. എല്ലാം വിശ്വാസമാണല്ലോ. അദ്ദേഹത്തിൻ്റെ നക്ഷത്രം എനിക്കറിയില്ലെങ്കിലും അദ്ദേഹത്തെ ദീർഘായുസ്സും ഇനിയും ഒരുപാട് രചനകൾ അദ്ദേഹത്തിൽ നിന്നും കൈരളിക്ക് ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ അമ്പലത്തിൽ വഴിപാട് കഴിക്കുകയും ചെയ്തു. എല്ലാം വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമാണ്. ഇത്രമാത്രം സ്നേഹമുള്ളൊരു മനുഷ്യന് ഞാൻ പറഞ്ഞില്ലേ 10, 200, 300 പേരെ കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്നേഹം എന്നൊന്ന അല്ലാതെ അദ്ദേഹം മുഖാന്തരം പ്രത്യേകിച്ച് പുരസ്കാരങ്ങളും റെക്കമെൻഡേഷനും ഒന്നും എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് കരുതുന്നത്. ഓരോരുത്തരും അദ്ദേഹത്തെ ചെന്നൊന്ന് കാണുക. ഒരു ഇതിഹാസമാണ് അദ്ദേഹം. എത്ര വിനയത്തോടെയും എത്ര സ്നേഹത്തോടെയുമാണ് അദ്ദേഹം പെരുമാറുക എന്നുള്ളത് അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. അദ്ദേഹത്തെ കാണാൻ പോകുമ്പോഴൊക്കെ ഞാൻ കുറച്ച് മാതളങ്ങ വാങ്ങി പൊതിഞ്ഞ് കൊണ്ടു കൊടുക്കാറുണ്ട്. അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണത്. കിട്ടിയ അവാർഡുകളെല്ലാം ഒരു മേശപ്പുറത്ത് നിങ്ങൾ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഒരു വീടിൻ്റെ വാതിലിനടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എപ്പോൾ ചെന്നാലും പ്രസന്നമായ മുഖം, ആരെയും മനസ്സുകൊണ്ട് ആദരിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു വലിയ വ്യക്തിത്വം. അദ്ദേഹം എനിക്ക് അയച്ച 1-2 കത്തുകൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. തമലം, തിരുവനന്തപുരം, 30/7/1986. പ്രിയ സുഹൃത്തെ, പുസ്തകം ഞാൻ വായിച്ചു നോക്കി. ആശയങ്ങൾ ഹൃദയത്തിൽ തിങ്ങി നിൽക്കുന്നതിൻ്റെ സമ്മർദ്ദം ആ കൃതികൾ പ്രകടമാണ്. രചനയുടെ ഭംഗിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ധാരാളം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ താങ്കൾക്ക് തന്നെ ബോധ്യമാകും. ആ കണ്ടെത്തലാണ് ആളുടെ ഉപദേശത്തെക്കാളും വലുത്. സ്നേഹപൂർവ്വം, പെരുമ്പടവം. അത് കഴിഞ്ഞ് ഞാൻ എഴുതിയ 17ാമത്തെ വയസ്സിൽ ഞാൻ എഴുതിയ തിരക്കഥ സിനിമയായില്ല, അത് പുസ്തകമായി. മുന്നിൽ ശൂന്യമാൻ ചക്രവാളം എന്ന പേരിൽ തിരക്കഥയായപ്പോൾ അത് ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. 12 സിനിമകൾക്ക് കഥയും തിരക്കഥയും എഴുതിയ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹം അതിനുള്ള ഒരു മറുപടി എനിക്ക് അയച്ചത് ഇങ്ങനെയാണ്. 3/10/1987. പ്രിയ ശരവൺ മഹേശ്വർ, കത്തും പുസ്തകവും കിട്ടി, നന്ദി. പുസ്തകം ഞാൻ ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ ഒരു കഥ ദൃശ്യരൂപത്തിൽ സങ്കല്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അതെനിക്ക് മനസ്സിലാകുകയും ചെയ്തിരിക്കുന്നു. അതിലെ നേട്ടങ്ങളും കോട്ടങ്ങളുമൊക്കെ എണ്ണി എണ്ണി പറയാൻ നിർബന്ധിക്കുന്നത് സങ്കടകരമാണ്. ഞാനൊരു ക്രിട്ടിക്കല്ല. അങ്ങനെയുള്ള ഉത്തരവാദിത്വത്തോടെ എന്നെ പുസ്തകം വായിക്കാൻ ഏൽപ്പിക്കുന്നത് സങ്കടകരം തന്നെയാണ്. ഒരു സുഹൃത്ത് എന്ന നിലയിൽ താങ്കളുടെ പരിശ്രമങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നു. അത്രയേ പറയാൻ എനിക്ക് കഴിയുള്ളൂ. ആ കഥയും അതിൻ്റെ ദൃശ്യാവിഷ്കരണവും ഇഷ്ടപ്പെടുന്നത് ആത്മനിഷ്ഠമായ അഭിരുചിയുടെ അടിസ്ഥാനത്തിലാണ്. അത് അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ താങ്കളുടെ കാര്യത്തിൽ നിരാശയില്ല. എങ്കിലും
സിനിമയുടെ സാധ്യതകൾ താങ്കളുടെ മുന്നിൽ ഒരു വെല്ലുവിളിയുമായി നിൽക്കുന്നു എന്ന് തോന്നി. താങ്കൾക്കതിനെ നേടാൻ കഴിയും. നല്ല ചിത്രങ്ങൾ കണ്ടും നല്ല സിനിമയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ സ്വരൂപിച്ചുകൊണ്ടും മംഗളാശംസകളോടെ സ്നേഹപൂർവ്വം പെരുമ്പടവ്. എൻ്റെ തിരക്കഥ പുസ്തകമാക്കി അദ്ദേഹത്തിന് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം എഴുതിയ അഭിപ്രായമാണത്. അതിനേക്കാൾ ഉപരി 1985 എൻ്റെ ആദ്യ കവിതാ സമാഹാരം അപ്പുവേട്ടനോട് എന്ന 50 കവിതകൾ അടങ്ങിയ കവിതാ സമാഹാരം വിഭജിക ബുക്സ് പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ ജ്ഞാനപീഠ ജേതാവായ ശ്രീ തകഴിയും ശ്രീ പെരുമ്പടവും ശ്രീമതി നബീസ അമ്മാളുമൊക്കെ ആമുഖങ്ങളും ഔദാരികകളും എഴുതിയിരുന്നു. അതിൽ ശ്രദ്ധേയമായ ഒന്നാണ് ശ്രീ പെരുമ്പടവും ശ്രീധരൻ സാർ എഴുതിയ ഈ അവതാരിക. അതൊന്ന് കേൾക്കൂ. ശരവൺ മഹേശ്വർ വരുന്നു. ഒരു ദിവസം പുറത്തെങ്ങോ പോയിട്ട് സന്ധ്യയ്ക്ക് ഞാൻ തിരിച്ചെത്തുമ്പോൾ ഒരാൾ വീട്ടിൽ ഏൽപ്പിച്ചു പോയ ഒരു കത്തും കുറേ കവിതകളും എൻ്റെ മേശപ്പുറത്തിരിക്കുന്നു. കവിതകളല്ലേ? ഞാൻ താല്പര്യത്തോടെ മറിച്ചു നോക്കി. ആ കവിതകളെക്കുറിച്ച് ഒരു അഭിപ്രായം എഴുതി കൊടുക്കണമെന്നാണ് കത്തിൻ്റെ ഉള്ളടക്കം. കവി നാളെ വരും. പറഞ്ഞതുപോലെ കവി രാവിലെ വന്നു. ഒരു യുവാവ്, ശരവൺ മഹേശ്വർ. അദ്ദേഹം കവിതയെയും ചിത്രകലയെയും സിനിമയെയും കുറിച്ച് എന്നോട് വളരെ വാചാലമായി സംസാരിച്ചു. ഒരു കവിക്ക് ആവശ്യമുള്ളതിൽ കവിഞ്ഞ ആവേശത്തോടെ. ആകപ്പാടെ ഈ കവി ഒരു ഒച്ചപ്പാടുകാരനാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അദ്ദേഹം പറഞ്ഞതെല്ലാം ഞാൻ കേട്ടിരുന്നു. ഇടയ്ക്ക് അങ്ങോട്ട് ചില ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചു. ചോദ്യങ്ങളും ഉത്തരങ്ങളും തമ്മിൽ എൻ്റെയും ശരവൺ മഹേശ്വറിൻ്റെയും മനസ്സുകൾക്കുള്ളത്ര ദൂരമുണ്ടായിരുന്നു. കവിത ഏകാന്തതയിലെ നിശബ്ദമായ സംഗീതം പോലെയോ അല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അത് ശരവൺ മഹേശ്വറിൻ്റെ ശബ്ദത്തോടൊപ്പം കണ്ടിട്ടാണ്. അദ്ദേഹം എൻ്റെ ചോദ്യത്തെ അട്ടിമറിച്ച് കളഞ്ഞു. അപ്പോൾ ആ കവിതയെക്കുറിച്ച് ഒരു അഭിപ്രായം എഴുതണമെന്നുള്ള ആവശ്യം ശേഷിക്കുന്നു. കവിതയെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഏതെങ്കിലും കവിയെയോ നിരൂപകനെയോ സമീപിക്കുകയല്ലേ നല്ലതെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ അത് രണ്ടുമല്ല. എന്നിട്ടും ശരവൺ മഹേശ്വർ എന്നെ ഒഴിവാക്കാൻ കൂട്ടാക്കാത്ത ഒരു നിലപാടെടുത്തു. പിന്നെ ഞാൻ ഓർത്തു, കവിതയല്ലേ, വായിച്ചു നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാഹിത്യരൂപം കവിതയാണ്. അതുകൊണ്ട് ഈ കവിത വായിച്ചു കളയാം. വായിച്ചു. കവിത വായിക്കുന്നതല്ല പ്രയാസം, കവിതയെക്കുറിച്ച് വർത്തമാനം പറയുന്നതാണ്. കവിത എഴുത്തുപോലെ തന്നെ ഏകാന്തമായ ഒരു അനുഭവമാണ് കവിതയുടെ ആസ്വാദനവും. ശരവൺ മഹേശ്വറിൻ്റെ കവിതകൾ എന്നെ അമ്പരപ്പിക്കുകയാണ് ചെയ്തത്. സ്വന്തം കടിഞ്ഞാണിൽ പോലും നിൽക്കാത്ത അമൂർത്തമായ എന്തൊക്കെയോ ചിന്തകളും സങ്കല്പങ്ങളും കൊണ്ട് അതാകെ കലുഷമാണ്. ഒരു യുവാവിൻ്റെ ആദ്യത്തെ കവിതകൾ. ആ കവിതകളുടെ ഗുണങ്ങളെയോ ദോഷങ്ങളെയോ ഒക്കെ വിട്ട് ഈ ചെറുപ്പക്കാരന് കവിതയോട് കമ്പം തോന്നിയതോർത്ത് ഞാൻ അതിശയിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. എന്തുമാകട്ടെ, ഒരാൾക്ക് കവിതയോട് താല്പര്യം തോന്നുക എന്നുള്ളത് തന്നെ ഒരു നല്ല കാര്യമല്ലേ? കവിത, ഏത് കലാരൂപവും അതിൻ്റെ സൃഷ്ടാവിൻ്റെ ആത്മാവിഷ്കാരമല്ലേ പറയുക. ഈ കവിതകൾ ശരവൺ മഹേശ്വറിൻ്റെ ആത്മാവിഷ്കാരമാണെന്ന് കരുതിയാൽ മതി. ഊർജ്ജസ്വലതയോടെ തെറിച്ചു നിൽക്കുന്ന ഒരു മനസ്സ്, അതും കവിതയും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ. കൂടുതൽ കാവ്യസമ്പർക്കം കൊണ്ടും കൂടുതൽ കാവ്യപരിചയം കൊണ്ടും ഭാവിയിൽ ശരവൺ മഹേശ്വർ എഴുതാനിരിക്കുന്ന നല്ല കവിതകളെന്ന് നമുക്ക് വിചാരിക്കാം. നല്ലത് വിചാരിക്കുന്നതല്ലേ നല്ലത്, വിശേഷിച്ച് ഒരു പുതിയ കവിയെ കുറിച്ചാകുമ്പോൾ. മംഗളം, പെരുമ്പടവ് സിദ്ധ. ഞാനിത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു മുല്ലപ്പൂവ് പോലെയാണ്. സുഗന്ധം പരത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരുപാട് എഴുത്തുകാരെ കാണുകയും സംസാരിക്കുകയും സംവേദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും സങ്കീർത്തനം പോലെ എന്ന കൃതി ലക്ഷക്കണക്കിന് കോപ്പികളാണ് വിറ്റഴിഞ്ഞത്. എത്രയോ വായനക്കാർ, എത്രയോ ലക്ഷം വായനക്കാർ. എഴുത്തിൻ്റെ മേഖലയിൽ വിരാജിക്കുന്ന ഒരു ശ്രേഷ്ഠൻ.
ചലച്ചിത്ര മേഖലയിൽ തന്നെ 12ഓളം ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും എഴുതിയ വ്യക്തി. ഒരു നിറകുടം എന്ന് വേണം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ. എപ്പോൾ ചെന്നാലും വളരെ സ്നേഹത്തോടെ ആണ് അദ്ദേഹം നമ്മെ സ്വീകരിക്കുക. അത് ഞാനെന്നല്ല, ആരായിരുന്നാലും അദ്ദേഹത്തെ കണ്ട് ഒരു 10 മിനിറ്റ് നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അനുഭവവേദ്യമാകുന്ന ഒരു വല്ലാത്ത ഊർജ്ജമാണ്. ഈ ഇടയ്ക്ക് അദ്ദേഹത്തെ കാണാൻ പോയപ്പോഴും അദ്ദേഹം പറഞ്ഞു, എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, സാർ ഇനിയും എഴുതണം, സാറിൻ്റെ സൃഷ്ടികൾ വായിക്കാൻ ഒത്തിരി പേരാണ്, ഞാനൊന്ന് ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എന്ന് അത് പരിസമാപ്തിയിലെത്തും എന്ന് പറയാവതല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഒത്തിരി നേരം ഇരുന്ന് സംസാരിക്കാനൊന്നും വയ്യ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനും പെരുമ്പഴൂർ ശ്രീധരൻ സാറുമായിട്ടുള്ളൊരു കുഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങി മടങ്ങാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇരിക്കൂ, അല്പസമയം കൂടെ കഴിഞ്ഞു പോകാം. ശരവണ, എത്ര കാലത്തിന് ശേഷമാണ് ശരവണനെ കാണുന്നത്? 10-25 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ 1985 നിന്നും 2024 കഴിഞ്ഞ് 2025 കടക്കുമ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ പോയി കണ്ടത്. ശരവണൻ്റെ ശങ്കജൻ നോവലിനെ പറ്റിയൊക്കെ ഞാൻ അറിഞ്ഞു. ശങ്കജൻ നോവലും ആത്മകഥയും കവിതയും ഇപ്പോഴും എഴുത്തിനോടുള്ള ഭ്രമം വിട്ടിട്ടില്ലല്ലോ അല്ലേ? ഇല്ല സാർ. അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഞാൻ പറഞ്ഞു, സാർ, ജീവിക്കാനായിട്ട് കുറച്ചു കാലം പ്രവാസ ജീവിതമായിരുന്നു, അതുകൊണ്ട് കഞ്ഞൂടി മുടങ്ങാതെ നടക്കുന്നു. സാഹിത്യം കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും ലൈബ്രറികളിൽ പോകുമ്പോൾ എൻ്റെ പുസ്തകങ്ങളും എടുത്തു നോക്കുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നു എന്നത് തെളിവല്ലേ? അത് കേട്ടപ്പോൾ അദ്ദേഹത്തെ മുഖം ഒന്ന് മങ്ങി. ഒരു 2 മിനിറ്റ് ഒന്നും മിണ്ടിയേയില്ല. എന്താ സാർ, ഞാൻ തെറ്റായി വല്ലതും പറഞ്ഞു? ഇല്ല ശരവണ, ഞാനും അത് കേട്ടപ്പോൾ ഞാനൊന്ന് അതിശയു. അപ്പോൾ എൻ്റെ പുസ്തകങ്ങളും ആൾക്കാരെ എടുത്ത് വായിക്കുമായിരിക്കും അല്ലേ? അദ്ദേഹത്തിൻ്റെ ആ എളിമ നോക്കണം, അദ്ദേഹത്തിൻ്റെ ആ കുഞ്ഞു മനസ്സ് നോക്കണം. എൻ്റെ പുസ്തകവും ആൾക്കാർ ഇതുപോലെ മറിച്ച് നോക്കുമല്ലേ? പബ്ലിക് ലൈബ്രറിയിലെ ഒരു ഷെൽഫിൽ ഇദ്ദേഹത്തിൻ്റെ സൃഷ്ടികളുണ്ട് നിറഞ്ഞിരിക്കുകയാണ്, ഒരു റാക്ക് നിറയെ. ഇത്രയും പ്രശസ്തിയും അവാർഡുകളും ജീവിതവും എല്ലാം കണ്ടിട്ടും അദ്ദേഹത്തിൻ്റെ ആ നന്മ നിറഞ്ഞ ആ ഒരു മനസ്സ്. ശരവണ, എഴുത്തൊന്നും നിർത്തല്ലേ? ഞാൻ പറഞ്ഞു, സാർ, കുറേ കാലമായില്ലേ എഴുതുന്നത്, ഇനി എഴുത്ത് നിർത്തിയാലോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുന്നു. അത് പാടില്ല. നമുക്കൊരു ആർജവം ഉണ്ടാകുന്നത് നല്ലതല്ലേ? ധാരാളം എഴുതണം. അംഗീകാരം കിട്ടിയോ അംഗീകാരം കിട്ടിയില്ലേ എന്നതൊന്നും ഒരു വിഷയമല്ല ശരവണ. ശരവണൻ എന്ത് തോന്നുന്നു, ശരവണൻ അത് എഴുതൂ. കഥയായാലും കവിതയായാലും എന്തായാലും അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ? എനിക്ക് കുറച്ച് നാളായി തീരെ സുഖമില്ല. അപ്പോൾ എഴുത്തുമൊക്കെ തുടർന്ന് എഴുതാനൊക്കെ ഒരുപാട് സമയം വേണം. നിങ്ങളൊക്കെ ചെറുപ്പമല്ലേ? അത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു. സാർ, തല കഷണ്ടിയായി. അത് ബുദ്ധിമാന്മാരെല്ലാം കഷണ്ടിക്കാരാ, അപ്പോൾ അതുകൊണ്ട് അതിൽ വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ചിരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ വന്ന് വാതിലിലൂടെ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അച്ഛൻ ക്ഷീണമാണ്, അച്ഛൻ കിടക്കണം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാനാണ് നോക്കേണ്ടത് എന്നുള്ള മട്ടിൽ എന്നെ ഒന്ന് നോക്കി. എനിക്ക് ആ നോട്ടം എനിക്ക് മനസ്സിലായി. ഞാൻ അവിടുന്ന് ക്യാമറയും സ്റ്റാൻഡും ബുക്കും എല്ലാം എടുത്ത് സഞ്ജീവമായി ഇറങ്ങാൻ സമയത്ത് അദ്ദേഹത്തെ തൊഴുതു. അപ്പോഴും അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, നന്നായി വരും ശരവണ, ശരവണൻ നല്ലൊരു എഴുത്തുകാരനാവും. കവിയെന്ന് വിളിച്ചത് ഞാനല്ലേ? ഞാൻ പറഞ്ഞു, അതെ സാർ. ഇപ്പം കവിയാണോ നോവലിസ്റ്റാണോ? ഞാൻ പറഞ്ഞു, ഏതൊക്കെ ഫീൽഡിലാണ് ഞാൻ എഴുതുന്നത്
എന്ന് എനിക്ക് തന്നെ അത്ര നിശ്ചയമില്ല. പിന്നെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ എഴുതാം എന്നുള്ള ധൈര്യം, പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം, ഇതെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് എഴുതാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിലൂടെയാണ് ഞാൻ ഇത്രയും പുസ്തകങ്ങൾ എഴുതി. ഇതുവരെ എത്ര എണ്ണം എഴുതി? ഞാൻ പറഞ്ഞാൽ 56 പുസ്തകമോ? അത് തന്നെ ധാരാളമല്ലേ. ഞാൻ പറഞ്ഞ ഇതിൽ എത്ര എണ്ണം പബ്ലിഷ് ചെയ്ത് വരും എന്നറിയില്ല. ഇതുവരെ എത്ര എണ്ണം പബ്ലിഷ് ചെയ്തു? ഞാൻ പറഞ്ഞ 26ഓളം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തു. 26 പബ്ലിഷ് ചെയ്തു. എന്തായാലും ശരവണ്ണന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ തൊഴുകൈകളോടെ മകളോടും യാത്ര പറഞ്ഞ് ഇറങ്ങി. ഇന്നും അദ്ദേഹം ആയുരാരോഗ്യത്തോടെ ജീവിക്കുന്നു. ഇപ്പോഴും ഒരു സൃഷ്ടിയുടെ പണിപ്പുരയിലാണ് എന്നാണ് മകളുമായി സംവേദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ആ വലിയ പ്രതിഭയുമായി ഞാൻ കണ്ടുമുട്ടിയ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.